എന്തു പറയണമെന്ന് എനിക്കറിയില്ല. കാരണം അത്രയ്ക്കും ബുദ്ധിമുട്ടി നിന്ന് ഞാൻ ഇപ്പം രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ശരി, ഇനി നീങ്ങൂരെ. അവള് വിറക് വെട്ടിയതാ. ആ വെട്ടിയ വെട്ടലിൽ കൈക്കായിരുന്നു വെട്ട്. അങ്ങനെ തലശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കി. അവിടെ ഇന്നലെ ഓപ്പറേഷൻ ആയിരുന്നു കൈയിൻ്റെ. ഓപ്പറേഷനായോ? വിറകിങ്ങനെ വെട്ടിയ വെട്ടൽ കൈക്കായിപ്പോയി ഇവിടെ ഇങ്ങനെ. അപ്പോൾ നല്ല മൂർച്ചയുള്ള കഥയായിരുന്നു. അരിവാൾ കാട് തെളിക്കാൻ ആളെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ? അല്ല, ഈ വഴി ഇങ്ങനെ അങ്ങോട്ട് കയറി പോകുന്ന വഴിയേ അത് തെളിച്ചതാ. അവള് വെറുതെ ഇരിക്കുമ്പോൾ ഒരു പണിയെടുത്തതാ. ഈസി ആയിട്ട് കയറി പോകട്ടോ. ഞാൻ എന്തെടുത്തിട്ടാണ് പോകേണ്ടത്? ഈ കാലം വേണ്ട പണിക്കാണെങ്കിൽ പണിക്ക് പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? വരാനുള്ളത് എന്തായാലും വരാതിരിക്കുമോ? വന്നു പോയി. ആന മെഞ്ഞാന്ന് നേരം വെളുക്കുന്നത്. രാത്രി മുഴുവനും ഫോറസ്റ്റുകാർ വെളുപ്പിന് ഇവിടെ തന്നെയായിരുന്നു. ഇവിടെയോ? ഇവിടെ തന്നെ. ഞാൻ അങ്ങ് അവിടെയായിരുന്നു. 2 എണ്ണം. നല്ല വെട്ടമുണ്ട്. ലൈറ്റൊക്കെ ഇട്ട് വെക്കുന്നില്ല രാത്രി? ലൈറ്റ് എല്ലാം കത്തിക്കുന്നുണ്ട്. നല്ല വെട്ടമുണ്ട്. രാത്രി പുറത്തെ ലൈറ്റ് ഇട്ട് വെക്കുന്നില്ലേ? ഉണ്ട്. ഒരു കുഴപ്പമില്ല. നല്ല വെട്ടമായതുകൊണ്ട് ഒരു സന്തോഷമായി. ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇരുട്ടത്ത് ഇതാ ഞാൻ ഈ തിണ്ണേല് പിന്നെ ഇത് ഇട്ടിട്ട് തീയിട്ട് ഇടുക ചെയ്യാം ഞാൻ. എന്നിട്ട് അവരെ അകത്ത് കയറ്റി കടത്തി ഉറക്കും. ഞാൻ ഇങ്ങനെ തിണ്ണേൽ ഇങ്ങനെ ഇരിക്കുക, ആനേനെ നോക്കിക്കുന്നത്. അതന്നെ എൻ്റെ ജീവിതം. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ആറളം ഫാമിലാണ്. കോട്ടപ്പാറ എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത്. നമ്മുടെ രമേശേട്ടൻ്റെ കിണർ പണി എന്തായി എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഒത്തിരി ആളുകൾ മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിച്ചു. നിങ്ങളൊക്കെ കണ്ടു കാണും. നമ്മുടെ കിണറിൻ്റെ പണി ഏകദേശം തേപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇനി അതിൻ്റെ ഗ്രില്ല് പിടിപ്പിക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമേ അതിനകത്ത് പണിയുടെ കാര്യത്തിൽ ബാക്കിയുള്ളൂ, അവശേഷിക്കുന്നുള്ളൂ. ആ ഒരു പരിപാടി നമുക്ക് പണിക്കാർ ആദ്യം ഒന്ന് വരാൻ തുടങ്ങിയതാണ്. പക്ഷെ അന്ന് നമുക്ക് തേപ്പ് കഴിയാത്തതുകൊണ്ട് അത് ചെയ്യാതിരുന്നതാണ്. ഏതായാലും ഇന്നിപ്പോൾ ഗ്രില്ലിൻ്റെ പണി ചെയ്യാനായിട്ട് ആളുകൾ വരും എന്നറിയിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ്. ഇന്ന് അതിൻ്റെ കിണറിൻ്റെ ബാക്കി ഗ്രില്ലും അതുപോലെ തന്നെ കപ്പിയും കയറി ഇടുന്ന ആ ഒരു കമ്പിയും കാര്യങ്ങളും, അതുമാത്രമല്ല ഒരു ഏണിയും നമ്മൾ അവർക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഇതിന് മുന്നേ സോളാർ പിടിപ്പിക്കുന്ന ആ വീഡിയോയിലൊക്കെ അവരും ഞാനും ഒക്കെ മറ്റേ എന്താ പറയുക, ഒരു മരമൊക്കെ തടിക്കഷ്ണമൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പുറത്തോടെയൊക്കെ വളരെ സാഹസികമായി കയറി ടെറസിൻ്റെ മുകളിലേക്ക് എത്തുന്നൊരു കാഴ്ചയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടിയാണ് അവർ കയറുന്നതെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് നമ്മുടെ മേഴ്സി ചേച്ചിയുടെ ഹസ്ബൻഡ് അവർക്ക് നല്ല ഏണിയും കൂടെ ചെയ്തു കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഈ കൂടെ തന്നെ അവർ കൊണ്ടുവരും. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇന്നിപ്പോൾ ഒരു വർക്കൊക്കെ രാവിലെ 8:30 തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ആയി വർക്ക് കാര്യങ്ങളൊക്കെ നമ്മളിനിയിപ്പോൾ അവിടെ ചെല്ലുന്ന അവിടെ അത് ഒക്കെ ഒന്ന് കാണാൻ പോവുകയാണ്. അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പോവുകയാണ് കേട്ടോ. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കിവിടെ നോക്കിയാൽ ആനമതിലിൻ്റെ പണി നടക്കുന്ന കാഴ്ചകൾ കാണാം കേട്ടോ. അതാ കാണുന്നതാണ് ആനമതിൽ. അത് രമേശേട്ടൻ്റെ വീടിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവരുടെ വീടിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് ആനമതിലും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ അതൊക്കെ വന്ന് അതിൻ്റെ പണിയൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇനി ഈ കാട്ടാനയിൽ നിന്ന് ഇവർക്ക് ആക്ച്വലി ഒരു മോചനമുള്ളൂ കേട്ടോ. അതുവരെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ആനമതിലിൻ്റെ പണി എത്രയും പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ് ആളുകളൊക്കെ നോക്കി നിൽക്കുന്നത് കേട്ടോ. ഏതായാലും ഇന്ന് അവിടെ വർക്ക് ആരംഭിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് പോവുകയാണ്. ഇന്നൊരു തെളിഞ്ഞ കാലാവസ്ഥയാണ്. ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയായിരുന്നു കേട്ടോ. അതായത് നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. നമുക്കിപ്പോൾ ഇതാണ് കേട്ടോ റോഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഈ ദൃശ്യങ്ങളൊക്കെ കാണാം. ഇങ്ങനെയാണിപ്പോൾ ഈ റോഡ് സൈഡും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. നമുക്ക് ഏതായാലും അങ്ങോട്ടൊന്ന് ചെന്ന് നോക്കാം. ഇപ്പോൾ കാന ചവിട്ടിപ്പതുക്കി വെച്ചേക്കുന്നത് കണ്ടോ കേട്ടോ. അതായത് ഇതിൻ്റെ അപ്പുറം എന്തായാലും നിന്നാൽ പോലും മനസ്സിലാകാത്ത രീതിയിലായി കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം തന്നെ ഇവിടുത്തെ ഈ 2 വഴിയുടെ സൈഡും അതുപോലെ തന്നെ രമേശേട്ടൻ്റെ വീടിൻ്റെ പരിസരമൊക്കെ കാട് തെളിക്കാനായിട്ട് മേഴ്സി ചേച്ചി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കിണറിൻ്റെ പണിയൊന്ന് പൂർത്തിയാകുന്നതനുസരിച്ചായിരിക്കും നമ്മളത് ചെയ്യുന്നത് കേട്ടോ. അതായത് നമ്മുടെ കിണറിൻ്റെ ഗ്രില്ലിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും അവിടെ നിന്ന് കയറി നോക്കാം.
അങ്ങനല്ല, നമുക്ക് ഇതിന് തേകാനൊക്കെ ഇറങ്ങാൻ ബുദ്ധിമുട്ടൊന്നും. ഇങ്ങനെയല്ലേ? ഇതെങ്ങനെ സ്ലൈഡിങ്ങാ? ഓക്കെ, ശരി. ഇനി നീങ്ങൂരെ? ഇത് സ്ലൈഡ് ചെയ്യുന്ന സൈസാല്ലേ? സ്ലൈഡിങ് അല്ലേ, ഓപ്പണായിട്ട് പോകുന്ന ഇതിൽ അല്ലേ? പിന്നെ ഇതിൻ്റെ കുഴിക്കകത്ത് ഇത് ചുവട് എത്ര ആഴമുണ്ട്? ചുവട് 2 അടി ആഴമുണ്ട്. 2 അടിയിൽ ഒരടി സ്ക്വയറായിട്ട്. ഇത് പിന്നെ വറക്കാൻ എത്ര ദിവസം കൊടുക്കും? ഒരാഴ്ച എന്തായാലും വേണ്ടി. ഒരാഴ്ച വേണമല്ലേ? നമുക്ക് ഈ കിണർ തേകാനാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തേകാനാണെങ്കിൽ നമുക്ക് സ്ലൈഡിങ് ഡോർ ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം. പ്രശ്നമില്ലല്ലോ അല്ലേ? പ്രശ്നമൊന്നുമില്ല. ഓക്കെ. നിങ്ങൾ എത്ര പേര്? നമ്മൾ 3 പേര്. 3 പേര് വന്നല്ലേ? ഈ ഏണി ഹൈറ്റ് ഉണ്ട്. ഏണിയായിട്ടുണ്ട് കേട്ടോ. നല്ല സ്ലോപ്പിൽ തന്നെ ആക്കി. മുകളിലൊരു ഇങ്ങോട്ട് താന്ന് വരാണ്ട് കൊളുത്ത് പോലത്തെ അങ്ങനെ പിടിച്ച് വെക്കാനല്ലേ? ഓക്കെ ഓക്കെ. ഇനിയിപ്പോൾ ഒരാഴ്ച നോക്കി കഴിയുമ്പോൾ പിന്നെ കപ്പിയും കാര്യമായിട്ട് വെള്ളം കോരാം. ഒരാഴ്ച ഇത് മഴക്കാലമായതുകൊണ്ടാണല്ലേ, പിന്നെ 3 ദിവസം കൊണ്ട് സെറ്റായാണ്. ഓക്കെ. അപ്പോൾ അവരേതായാലും അവരുടെ പണി കഴിഞ്ഞ് അവർ തിരിച്ചു പോകും കേട്ടോ. രാവിലെ ഒരു 8:30 വന്നാണ്. ഇപ്പോൾ ഒരു 11:30-12 മണിയാകുമ്പോഴത്തേക്കും പണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഏതായാലും ആദ്യം നോക്കി ഏണി ഒന്ന് കാണിക്കാം. രഞ്ജിത്തേ, എടാ ഒന്ന് ജസ്റ്റ് ഏണി ഒന്ന് എടുക്കാവടാ. ഏണി ജസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ അറ്റമൊക്കെ ഒന്ന് കാണിക്കാം. നല്ല വെയിറ്റ് ഉണ്ടല്ലേ? അതൊക്കെ പിടിക്കണേ നോക്കണേ. ആ, ഇതിൻ്റെ അറ്റത്ത് കണ്ടോ ഇങ്ങനെ ഒരു കൊളുത്തിട്ടിട്ടുണ്ട്. അതായത് മുകളിൽ നിന്ന് നമ്മളത് അവിടെ മുകളിൽ വെച്ച് കഴിയുമ്പോൾ തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതങ്ങനെ തന്നെ അവർ ഐഡിയപരമായിട്ട് ചെയ്തേക്കണം കേട്ടോ. അതായത് നല്ല ഉപകാരമായി അത് സംഭവം. അപ്പം എൻ്റെ അടുത്ത് നമ്മളെ ചേച്ചിയുടെ ഹസ്ബൻഡ് ചോദിച്ചിരുന്നു, ഇപ്പോൾ ഏണി ഇങ്ങനെ വെക്കുമ്പോൾ തെന്നിപ്പോയാൽ അവർ കയറുമ്പോൾ തെന്നിപ്പോയായിരുന്നു. അപ്പോൾ അതിനായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ആക്കിയിരിക്കുന്നത് കേട്ടോ. എല്ലാവരും വലിയ ഏണി തന്നെയാണ്. ഒന്ന് വെക്കാമോ രഞ്ജിത്തെ? ഒന്ന് വെച്ചോ. നീ എങ്ങനെ വെക്കുന്നതെന്ന് കാണിച്ചോ ജസ്റ്റ്. ആ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കനത്തിലുള്ള തന്നെ ഏണിയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതല്ലേ നടുക്ക് പിടിക്കുക. നീ സൈഡ് പിടിച്ചെടുക്കല്ലേ? അതാ പറഞ്ഞ നടുക്ക് പിടിക്കാവുള്ളൂ. വെയിറ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വെക്കാൻ പാകത്തിന് ഒരു സ്ഥലത്ത് അങ്ങ് വെച്ചോ സ്ഥിരമായിട്ട്. അവിടെ അങ്ങ് വെച്ചോ. അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ. അവിടെ ഏതൊരു ഒരു സൈഡിൽ അങ്ങ് വെച്ചോ. ഇറക്കി മാറ്റണ്ടല്ലോ. കിട്ടുപോലെ കൊളുത്ത് ചേർത്താൻ വെച്ചോ. ഓക്കെ. അതിനൊന്ന് കയറുന്ന കാണിച്ച് നടക്കുന്ന കയറുന്ന ഞാൻ നടന്ന് കയറിക്കാം. ആ ഈസി ആയിട്ട് കയറി പോകട്ടോ. ഓക്കെ അല്ലേ? നല്ല ഏണിയാണ് കേട്ടോ. ഏണി നല്ല ബലത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കപ്പിയും കയറും ഇടുന്ന ഇതാണേലും ഇതിൻ്റെ അടിയിലോട്ട് ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് കാണുന്നത്. ഇതിൻ്റെ അടിയിൽ 2 അടി കുഴി എടുത്തിട്ടുണ്ട്. അത് മൂടിയിട്ടേക്കുന്ന നനഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. ഏതായാലും മറ്റവർക്ക് വെള്ളമൊക്കെ എടുക്കാൻ പാകത്തിന് തന്നെ ചെയ്തിട്ടുണ്ട്. ഒത്തിരി സെൻറ്ററിലാക്കിയല്ല വെച്ചിരിക്കുന്നത്.
ഇത്രയും സൈഡിലാക്കിയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്കാണെങ്കിൽ നിന്ന് എടുക്കാൻ പാകത്തിന് തന്നെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഉറച്ച് കഴിഞ്ഞിട്ട് വേണം കപ്പിയും കയറും സാധനങ്ങളൊക്കെ. എൻ്റെ കപ്പിയുടെ സാധനങ്ങളൊക്കെ കുളത്ത് ഇവിടെ ഇട്ടിട്ടുണ്ട്, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇനി ആ കപ്പിയും കൂടെ ഇട്ടാൽ മതി കേട്ടോ. ഇവിടെ അങ്ങനെ തന്നെയാണ് കോൺക്രീറ്റ് വരുന്നത്. അതുപോലെ തന്നെ റൗണ്ടിൽ മെഷ് റിങ് അടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ വേറെ മറ്റ് ജീവികളൊന്നും ഇതിൻ്റെ അകത്തോട്ട് കിടക്കാത്ത രീതിയിൽ കുഴപ്പമില്ലാണ്ട് പോയിക്കോളാം കേട്ടോ. രമേശേട്ടാ, ഓ അടിപൊളിയായില്ലേ? അടിപൊളി ആയോന്ന് ചോദിച്ചാൽ എന്തു പറയണമെന്ന് എനിക്കറിയില്ല. കാരണം അത്രയ്ക്കും ബുദ്ധിമുട്ടി നിന്ന് ഞാൻ ഇപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. വെള്ളത്തിൻ്റെ വിഷമം കൊണ്ട് എൻ്റെ മക്കൾ വളരെ കഷ്ടപ്പെട്ടു. എന്നാലും എൻ്റെ മക്കളും ചേട്ടനും ചേച്ചിയും ഒക്കെ കഷ്ടപ്പെട്ടു. അപ്പോൾ നല്ല നല്ല ഗ്രില്ലല്ലേ പിടിപ്പിച്ചേക്കുന്നത്? ആ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല? വലിച്ചൊക്കെ ഇല്ല, നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. വലിച്ചു നോക്കിയില്ലേ? ആ, ഇല്ലാണേലും നന്നായിട്ട് തന്നെ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. അവിടെ കോൺക്രീറ്റിനെ ഉറക്കണം, അതുപോലെ തന്നെ ഏണി എല്ലാം സെറ്റായിട്ടുണ്ട്. അതെല്ലാം ഇത്രയും പണിയാണ് അവരെ ഏൽപ്പിച്ചത്, അത് അവർ ചെയ്തു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് കിണർ തേകുക എന്നുള്ളൊരു പരിപാടിയും അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തെ കാടുകൾ, ഇവരുടെ വീടിൻ്റെ ചുറ്റുമുള്ള കാട് തെളിക്കുക, അതുപോലെ തന്നെ വരുന്ന വഴിക്കുള്ള കാട് തെളിക്കുക, ഈ വീടിൻ്റെ സൈഡും പുറവശവും അത് ചുറ്റും ഒന്ന് ക്ലിയർ ആക്കുക. ഒരു ആനയൊക്കെ വന്നു നിന്നാൽ ഇവർക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. നമുക്ക് കാട് കളിക്കണ്ടേ? കാട് കളിക്കണം. ഇനിയിപ്പോൾ അവർ വരുന്ന ദിവസം വരാമെന്ന് പറഞ്ഞേക്കുന്നത്. ഏതായാലും ദിവസം ഒഴിവുള്ള ദിവസം നോക്കി അവർ വരാമെന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. പിന്നെ കിണർ തേകുന്ന കാര്യം എന്താ ചെയ്യുക? കിണർ തേക്കുന്ന കാര്യം എന്താ, ഇത് പിറ്റാക്കിയല്ലേ, അതിപ്പോൾ ആ തൂണ് സെറ്റ്. തൂണയിലൊന്നും ചെയ്യണ്ട, തൂണയിൽ നമുക്കൊന്നും ചെയ്യണല്ലോ. നമുക്ക് വേറെ തൂണ് നമുക്ക് കുഴിച്ചിട്ട് ചെയ്യാമല്ലോ. വേറെ 2 തൂണ് അപ്പുറം ഇപ്പുറം കുഴിച്ചാൽ പോരെ? എന്നാലും അതിനുള്ള ആ കമ്പിൻ്റെ ഉള്ളിൽ വലിക്കാൻ കഴിയുമോ? ഏത് ഇതിൻ്റെ അകത്തോ? അതിനെന്താ കുഴപ്പം? അത്തേ തട്ടാതിരുന്നാൽ മതി പോരെ? പിന്നെ അതിന് മാത്രമല്ല കോൺക്രീറ്റിൻ്റെ പ്രശ്നമുള്ളൂ. റിങ്ങിന് പ്രശ്നം ആരാണെങ്കിൽ എന്നാൽ പിന്നെ നമുക്ക് ആളുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ രാജീവനൊക്കെ വരുവാണെങ്കിൽ അവൻ ഞായറാഴ്ച ഒഴിവുണ്ടോളൂ. അതിന് മുമ്പേ ആരെങ്കിലും കിട്ടുവാണെങ്കിൽ എനിക്ക് അത്രയും നല്ലതായിരുന്നു. ഒരു ദിവസം മുമ്പേ പെട്ടെന്ന് തീർക്കണേ. അല്ല, നാളെ ഇപ്പം നമ്മൾ പരിപാടി തുടങ്ങിയിട്ട് എന്താ അവസാനിക്കാത്തതെന്ന് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി എന്നോട്. പെട്ടെന്ന് അവസാനിപ്പിച്ച്. മഴയല്ലേ, മഴയത്ത് എങ്ങനെയാ? അതെ. ഇന്നൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. ഷീറ്റ് ഇടണം, മഴയാണെങ്കിൽ നമുക്ക് അപ്പോൾ ഷീറ്റ് ഇടാം. ഷീറ്റില്ലേ? ഷീറ്റല്ല, ഇതിപ്പോൾ ആ മോട്ടർ കൊണ്ടുവന്ന് വെള്ളം അടിച്ചാൽ പിന്നെ ഒരാൾ ഇറങ്ങി അതൊന്നും വൃത്തിയാക്കേണ്ട കാര്യം. വലിയ പണിയൊന്നുമില്ല ഇനി അതിൻ്റെ ഉള്ളിൽ. അതാ ഞാൻ പറഞ്ഞേ, അത് തേച്ചാരോ വീഴുന്ന സിമെന്റിന്റെ ഇത് അംശങ്ങളൊക്കെ അത് വാരിക്കളയാൻ നമുക്ക്. പിന്നെ ഇറങ്ങാനാണല്ലേ പിടിച്ച് കയറ്റാനൊക്കെ ആളും വേണ്ടേ? അതായത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അത് ചെയ്യാം. പിന്നെ ചേച്ചി എന്തി ആശുപത്രിയിലുള്ളേ? എന്താ പറ്റിയേ? അത് പിന്നെ അവള് വിറക് വെട്ടിയതാ. ആ വെട്ടിയ വെട്ടലിൽ കൈക്കായിരുന്നു വെട്ട്. അങ്ങനെ തലശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കി. അവിടെ ഇന്നലെ ഓപ്പറേഷൻ ആയിരുന്നു കൈയിൻ്റെ. ഓപ്പറേഷനായോ? അയ്യോ, ഇന്നലെ. ഇനിയിപ്പോൾ 2-3 എന്തായാലും 3-4 ദിവസം കഴിയും വരുമ്പോൾ. അവിടെ കിടക്കേണ്ടി വരുന്നോ? എന്താ കാണിച്ചാൽ എന്ത് ചെയ്താ? വിറക് വെട്ടിയതാ. വിറകിങ്ങനെ വെട്ടിയ വെട്ടൽ കൈക്കായിപ്പോയി ഇവിടെ ഇങ്ങനെ. അപ്പോൾ നല്ല മൂർച്ചയുള്ള കത്തിയായിരുന്നു അരിവാള്, വയക്കരിവ. ഇതാണോ ഈ? ഇതിങ്ങനെ അങ്ങോട്ട് ബാക്കി അവിടെ കുറച്ച് ഇരുമ്പിൻ്റെ വിറകുണ്ടായിരുന്നു. അത് ഇത് കാട് തെളിച്ച അല്ല, കാട് തെളിക്കുന്ന വഴിക്ക് ഇരുമ്പിൻ്റെ വിറകുണ്ടായിരുന്നു. അത് ഉണങ്ങിയതായിരുന്നു, അത് വെട്ടിയതാ. കാട് തെളിക്കാൻ ആളെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ? അല്ല, ഈ വഴി ഇങ്ങനെ അങ്ങോട്ട് കയറി പോകുന്ന വഴിയേ അത് തെളിച്ചത് അവള് വെറുതെ ഇരിക്കുമ്പോൾ ഒരു പണിയെടുത്തത്. അത് അതിൻ്റെ ഇതും കിട്ടുകയും ചെയ്തു അവൾക്ക്. ചേട്ടൻ പോയായിരുന്നു അങ്ങോട്ട്? ഇല്ല, ഞാൻ പോയിട്ടില്ല. ഞാൻ എന്തെടുത്തിട്ടാണ് പോകേണ്ടത്? ഈ കാലം എൻ്റെ പണിക്കാണെങ്കിൽ പണിക്ക് പോയി ഒരു പൈസ ഇല്ലാണ്ട് ഞാൻ ഇങ്ങനെ ആകെ നട്ടം തിരിഞ്ഞിരിക്കുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ അങ്ങ് ആശുപത്രിയിൽ എത്തിയെന്നെ. അങ്ങനെ സംഭവം ഉണ്ടല്ലേ? പക്ഷേ നമ്മൾ ഈ കാടൊക്കെ തെളിക്കാൻ വേണ്ടി ആളെയൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പിന്നെ വെറുതെ അവർ വന്നോട്ടെ. ഞാൻ അതിനിടയ്ക്ക് ഇങ്ങനത്തെ ഒരു പണി ഒപ്പിച്ച് വെച്ചേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? വരാനുള്ളത് എന്തായാലും വരാതിരിക്കില്ലേ? വന്നുപോയി. അപ്പോൾ ചേച്ചിയോട് ഞാനൊന്ന് പറഞ്ഞാണല്ലോ ആള് വരും കാട് കളിക്കും. നമ്മളിത് ആരും അറിയുന്നില്ല ഇവൾ ഈ പണിയെടുക്കുന്നത്.
പിന്നെ ആരും ഇല്ലായിരുന്നു ഇവിടെ, ഞങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതങ്ങ് പോകുന്ന കണ്ടായിരുന്നു. അപ്പോൾ അവളവിടെ വിറക് വെട്ടുന്നതുകൊണ്ട് പിന്നെ ഒരു ഉച്ചനേരം കാണാൻ കൈ മുറിച്ചെടുത്തിട്ട് വരുന്നത്, വിറക് വെട്ടി കൈ കൊത്തിപ്പോയെന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്താ ചെയ്യണ്ടേ? വലിയ കഷ്ടമായിപ്പോയി അല്ലേ ഈ സമയം. നമ്മളൊരു സന്തോഷം ഒരു സൈഡിൽ കൂടെ വന്നപ്പോൾ അല്ലേ. ഇനിയിപ്പോൾ വരാനുള്ളത് എന്തായാലും വരാതിരിക്കുമോ? അതെ അതെ. അത് ഇനിയിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് വരും. ആരാവിടെ കൂട്ടിനുള്ള? മോളുണ്ട് അവിടെ. ആണല്ലേ? ഓഹോ. നമുക്കിതിൻ്റെ എത്രയും പെട്ടെന്നൊന്ന് പണി തീർത്തിട്ടേ നമുക്ക് ആ കിണറിന് നിങ്ങളുടെ ആളുകളൊക്കെ കൂട്ടിയിട്ടേ ചെറിയൊരു ചായയും പരിപാടിയൊക്കെ കൊടുത്ത് കടിയൊക്കെ കൊടുത്ത് ഞങ്ങൾക്ക് 2-3 വീടുണ്ട്. ആ ഊരുമൂപ്പൻ സോമാറ്റിനൊക്കെ വിളിക്കാം. ഊരുമൂപ്പനാ അങ്ങനെയുള്ള ഒക്കെ വിളിച്ചിട്ടേ നമുക്കത് തേകലും കൂടെ കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ട്. അതായിരുന്നു ഇനി കിണറുമായിട്ട് ബന്ധപ്പെട്ട പണി ഇനി തേകൽ മാത്രമേ ഉള്ളൂ. ഊരുമൂപ്പനെ വിളിക്കാം, നമുക്ക് ശോഭേച്ചിനെ വിളിക്കാം, പഞ്ചായത്ത് അവരൊക്കെ വിളിച്ചിട്ടേ വിളിച്ചിട്ട് നമുക്ക് ശോഭേച്ചിയുടെ വീട് ഇതിൻ്റെ തൊട്ടപ്പുറയാ, നമുക്ക് ചെയ്യാം. പിന്നെ ആന വന്നായിരുന്നു ഈ അടുത്തല്ലോ? ആന മെഞ്ഞാന്ന് നേരം വെളുക്കുന്നത്, രാത്രി മുഴുവനും പോഷകാർ വെളുപ്പിന് ഇവിടെ തന്നെയായിരുന്നു. ഇവിടെയോ? ഇവിടെ തന്നെയായിരുന്നു. ആന അങ്ങ് അവിടെയായിരുന്നു. 2 എണ്ണം. മോഴയാ? 2 എണ്ണം ഉണ്ട്. ഒരു കൊമ്പനുണ്ട്, മോഴയുണ്ട്, 2 എണ്ണം ഉണ്ട്. രാത്രി എന്നിട്ട് ഓടിച്ചങ്ങ് പടക്കം പൊട്ടിച്ച് അവരങ്ങ് കയറ്റി വിട്ടു അങ്ങോട്ട്. ഏത് ഭാഗത്തേക്ക് പോയെന്ന് അറിയില്ല. ഇതടിക്കുന്നുണ്ടോ? അത് അടിക്കുന്നുണ്ട്. ഇത് രണ്ടും അടിക്കുന്നുണ്ട് വരുമ്പോൾ. അല്ലാതെ 2ഉം അടിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സോളാറും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? സോളാറിന് ഒരു കുഴപ്പമില്ല. രാത്രി നല്ല വെട്ടമുണ്ട്. ലൈറ്റൊക്കെ ഇട്ട് വെക്കുന്നില്ല നിങ്ങൾ? രാത്രി ലൈറ്റ് എല്ലാം കത്തിക്കുന്നുണ്ട്. നല്ല വെട്ടമുണ്ട്. രാത്രി പുറത്തെ ലൈറ്റ് ഇട്ട് വെക്കുന്നില്ലേ? ഉണ്ട്. ഒരു കുഴപ്പമില്ല. നല്ല വെട്ടമായതുകൊണ്ട് ഒരു സന്തോഷമായി. ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇരുട്ടത്ത് ഞാൻ ഈ തിണ്ണയിൽ പിന്നെ ഇത് ഇട്ടിട്ട് തീയിട്ട് ഇടുക ചെയ്യാം ഞാൻ. എന്നിട്ട് അവരെ അകത്ത് കയറ്റി കടത്തി ഉറക്കും. ഞാൻ ഇങ്ങനെ തിണ്ണയിൽ ഇങ്ങനെ ഇരിക്കുക, ആരെ നോക്കിക്കരുത്. അതന്നെ എൻ്റെ ജീവിതം. അതൊക്കെ മാറിയില്ലേ? അതൊക്കെ മാറി കിട്ടി. എന്തായാലും വെളിച്ചമായതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം. ഏതായാലും നമ്മുടെ കിണറിൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനിയുള്ളത് തേകുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. തേകി കൊടുക്കണം. കാരണം തേപ്പും പരിപാടിയും പിന്നെ അതിൻ്റെ അകത്തൊക്കെ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയ വെള്ളം ഒന്ന് വറ്റിച്ച് ഇതാക്കി കൊടുക്കണം. എങ്കിലേ അവർക്കത് കുടിക്കാൻ പാകത്തിനാവുള്ളൂ കേട്ടോ. അതുകൂടെ ചെയ്താൽ നമ്മുടെ കിണറിൻ്റെ ഫുൾ പരിപാടിയും കഴിഞ്ഞു. കിണറിൻ്റെ വർക്ക് മൊത്തം നമ്മുടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കിണറിൻ്റെ ബാക്കി ഈ ഒരു തേകലും കൂടെ കഴിഞ്ഞാൽ കിണറിൻ്റെ മൊത്തം പരിപാടിയും കഴിഞ്ഞു കേട്ടോ. അതാണ് ഇനി നമുക്ക് അവശേഷിക്കുന്നത്. ചേട്ടാ, പിന്നെ ഇപ്പം കോൺക്രീറ്റ് ഇട്ടപ്പോൾ ഇവിടെയൊക്കെ ഇതായില്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി കളയണം കേട്ടോ. അല്ലെങ്കിൽ അത് ഉറച്ചു പോകും കേട്ടോ. അല്ലെങ്കിലേ അത്തേലൊക്കെ അത് കിടന്ന് ഉറച്ചു പോകും. ചെയ്യണേ. പിന്നെ വേറെ എന്തുണ്ട് വിശേഷം? വേറെ എന്ത് വിശേഷം? അപ്പം ഇങ്ങനെ തന്നെ ഭാര്യയും പെണ്ണും ആശുപത്രിയിലായി, ഞങ്ങൾ ഇവിടെയായി. പണിയാണെങ്കിൽ ഇങ്ങനെയായി. എല്ലാം കൊണ്ടും മനസ്സിനൊരു സന്തോഷം സമാധാനം ഒന്നും കിട്ടുന്നില്ല. പിന്നെ പെണ്ണും മോളും ഇങ്ങ് വന്നെങ്കിൽ മാത്രമേ ഒരു സമാധാനമുള്ളൂ. വിളിച്ചായിരുന്നോ? വിളിക്കാൻ ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. അത് മോളും കൊണ്ടുപോയി. പിന്നെ അടുത്ത വീട്ടിൽ ബുദ്ധിമുട്ടാണല്ലേ ഫോണില്ലാത്തതുകൊണ്ട് ആകെ ബുദ്ധിമുട്ടായി. ഒരു ഫോണുണ്ട് ചെറുത്, അത് മോളും കൊണ്ടുപോയി. പിന്നെ അടുത്ത വീട്ടിൽ പോകുന്നത് വെച്ചാൽ അവരെല്ലാം വൈകുന്നേരം ആവും പണിയും കഴിഞ്ഞ് വരുമ്പോൾ അങ്ങ് മുകളിലുള്ള വീട്ടിൽ പോയിട്ട് വിളിക്കണം. സന്തോഷമാണെങ്കിൽ സന്തോഷം ഇവിടെ ഇല്ല. സന്തോഷം അങ്ങ് അവൻ്റെ മാമൻ്റെ പെണ്ണുങ്ങൾ ആശുപത്രിയിലായിട്ട് പരിഹാരത്തല്ലേ. അല്ലെങ്കിൽ അവൻ്റെ ഫോണിൽ വിളിക്കായിരുന്നു. എന്തായാലും നമുക്ക് വരുന്ന ദിവസം ബാക്കി കാര്യങ്ങളോട് ചെയ്യാം കേട്ടോ. ആയിക്കോട്ടെ. അങ്ങ് അവസാനിപ്പിക്കാം കേട്ടോ. ശരിയെന്നാ, ആയിക്കോട്ടെ. ഒന്ന് തുറന്നു നോക്കിയേ. അല്ല, ചേട്ടൻ തന്നെ നോക്കിയോ. രണ്ടു മൂന്ന് പ്രാവശ്യം തുറക്കുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഒരു സന്തോഷം അതിൻ്റെ കൂടെ തന്നെ ഒരു ദുഃഖവും കൂടെ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ആ ചേച്ചിയുടെ കൈ കഴിഞ്ഞ ദിവസമാണ് മുറിഞ്ഞത്. ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടു. അപ്പോൾ ഏതായാലും ഞാൻ ഈ ഒരു സംഭവം മേഴ്സി ചേച്ചിയോട് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ ചേച്ചിയും മോളെയും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവരുടെ കയ്യിൽ പൈസയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വളരെ ബുദ്ധിമുട്ടിയാണ് അവരവിടെ നിൽക്കുന്നതെന്നൊക്കെ, ആശുപത്രിയിൽ നിൽക്കുന്നത്. അവർക്ക് വട്ടച്ചെലവിനുള്ള പൈസ പോലും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ സംഭവം നമ്മുടെ മേഴ്സി ചേച്ചിയുമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചേച്ചി അവർക്ക് ഇപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള ഒരു 10,000 രൂപ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ
അപ്പോൾ അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവിടെ വലിയ ബുദ്ധിമുട്ടില്ലാതെ നടക്കും. തലശ്ശേരി ഹോസ്പിറ്റലാണുള്ളത്. ഏതായാലും നമ്മളിങ്ങനെ കാടൊക്കെ തെളിക്കാനായിട്ടൊക്കെ എല്ലാം ഏൽപ്പിച്ച് സെറ്റാക്കി നിന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെ സംഭവിച്ചതിൽ സത്യം പറഞ്ഞാൽ ദുഃഖമുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ ഇതുപോലെ കാട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവർക്ക് ഏത് നിമിഷവും അതിൽ നടക്കാൻ പോലും വളരെയധികം പേടിക്കണം. നമ്മളിപ്പോൾ പകലായതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്. പകൽ പോലും തൊട്ടപ്പുറം നിൽക്കുന്ന എന്നാന്ന് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. ഏതായാലും അങ്ങനെ ഒരു സംഭവം നടന്നു പോയി. ഇനിയിപ്പോൾ നമുക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. ഏതായാലും ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോഴേ നമുക്കിനി കിണറിൻ്റെ ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. മാത്രമല്ല കിണറിൻ്റെ ഗ്രില്ല് പിടിപ്പിച്ച കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ മനോഹരമായിട്ട് തന്നെ അത് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ലാഡറും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏണിയൊക്കെ നല്ല കനമുണ്ട് കേട്ടോ. അവർക്ക് പിടിച്ച് പൊക്കാനും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത് ഇച്ചിരി സ്ട്രോങ്ങിൽ തന്നെ പണിയിച്ചതാണ്. നല്ല കുറേ കാലം അവർക്ക് കിട്ടട്ടെ, അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കട്ടെ, അങ്ങനെ നശിച്ചു പോകാൻ പാടില്ല എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു നമ്മുടെ വർഗീസ് ചേട്ടൻ, മേഴ്സി ചേച്ചിയുടെ ഹസ്ബൻഡ്. അപ്പോൾ വർഗീസ് ചേട്ടൻ പറഞ്ഞത് നല്ല ലാഡർ തന്നെ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ലാഡർ അങ്ങനെ തന്നെ ചെയ്തത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീടിൻ്റെ പുറകുവശത്ത് ഇങ്ങനെ പലകയൊക്കെ ഇട്ട് അല്ലെങ്കിൽ മരക്കഷ്ണമൊക്കെ ഇട്ട് നമ്മൾ സോളാർ ഫിറ്റ് ചെയ്യാനായിട്ട് കയറിയ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടതാണ്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇവരത്ര ബുദ്ധിമുട്ടിയാണ് അതിൻ്റെ മുകളിലേക്ക് കയറുന്നതെന്ന് മനസ്സിലായതും വർഗീസ് ചേട്ടൻ അവർക്കൊരു ഏണി ചെയ്ത് കൊടുക്കണം എന്നുള്ളത് പറഞ്ഞത് കേട്ടോ. ഏതായാലും അതും ഇപ്പോൾ കഴിഞ്ഞു. ഗ്രില്ലും പിടിപ്പിച്ചു. ഗ്രില്ല് സ്ലൈഡിങ് ചെയ്യുന്ന രീതിയിലുള്ള സംഭവമാണ്. അതുപോലെ തന്നെ കപ്പിങ് വരുന്ന തൂണും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ ഒരാഴ്ച സമയമെടുക്കുമെന്നാണ് പറഞ്ഞത്. ഏതായാലും കിണറിൻ്റെ വർക്ക് കംപ്ലീറ്റ് പൂർത്തിയായിരിക്കുകയാണ്. ഇനി തേകുക എന്നൊരു പരിപാടി മാത്രമേ ഉള്ളൂ. അതിനിപ്പോൾ നമുക്ക് വരും ദിവസങ്ങൾ ആളെ കിട്ടുന്നതനുസരിച്ച് പണിക്കാരെ കിട്ടാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പരിപാടി അവസാനിച്ചു കേട്ടോ. പിന്നെ ചെറിയതായിട്ട് ഇവരുടെ ഊരുമൂപ്പനെയും മറ്റ് അയൽവാസികളെയൊക്കെ വിളിച്ച് ചെറിയൊരു ഇതിൻ്റെ ഒരു ഉദ്ഘാടന പരിപാടിയും കൂടെ നടത്തുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പൂർത്തിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാറുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.